ഞാൻ പറയട്ടെ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് പറയട്ടെ. അല്ല ഇത് പറയാം, പ്ലീസ് നിങ്ങൾ ക്ഷമിക്കൂ. ഞാൻ ഓരോ ചോദ്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ കൃത്യമായി എൻ്റെ സംഘടനയുമായി ചിന്തിച്ചും അതേപോലെ ഞങ്ങളുടെ 27ാം ബാച്ച് പോലീസ് ഇൻസ്പെക്ടറുമായി ചിന്തിച്ചുകൊണ്ടും കൃത്യമായ രീതിയിൽ അപകീർത്തി കേസുമായിട്ടും സിവിൽ കേസുമായും ക്രിമിനൽ കേസുമായും ബഹുമാനപ്പെട്ട ബെന്നി സാറോടും മുൻ SP ബഹുമാനപ്പെട്ട സുജിദാസ് സാറോടും അന്വേഷിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ ഞാൻ കൈക്കൊള്ളുക തന്നെ ചെയ്യും. നാളെ ഒരാൾക്കും ഈ ഒരു വിധി കേരളത്തിൽ ഉണ്ടാവരുത്. എൻ്റെ മനസ്സിന് കരുത്തുകൊണ്ടും ഞാൻ വർക്ക് ചെയ്ത 10ഓളം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 10,000-ഓളം പോലീസോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ എനിക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ആ ജനങ്ങളുടെ ഒരു ഇതും എൻ്റെ ഫാമിലി സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റിയത്. ഒരു മനുഷ്യന് മാത്രമാണ്. അല്ല ഞാനത് നിയമവിദഗ്ധരും ആലോചിക്കട്ടെ. ഏതായാലും എനിക്കെതിരെ തെറ്റായ വാർത്ത എന്ന ചാനലിനെതിരെ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം. അത് മേലുദ്യോഗസ്ഥമായ നിർദ്ദേശപ്രകാരം നിയമപരമായി തന്നെ ഞാൻ നീങ്ങുകയുള്ളൂ. ഈ ആരോപണത്തിൽ പങ്കുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ടിപ്പോൾ എനിക്ക് തെളിവുകൾ കോൾ ഡീറ്റെയിൽസ് നോക്കിയില്ല അറിയാൻ പറ്റുള്ളൂ. എനിക്ക് അതിൻ്റെ പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കൃഷ്ണാലിൻ്റെ വീട്ടിൽ ഈ സ്ത്രീ കൃഷ്ണാലിൻ്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയും ജോലിക്ക് നിന്നുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാൻ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പൂർണ്ണമായി ഇടപെടില്ല. എനിക്ക് കിട്ടിയ വിവരത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെറിയ വിവരം കിട്ടുന്നതിന് മുന്നേ ചാനലിൽ കൊടുക്കുന്ന ആളുകളല്ലേ, നിങ്ങൾ കൊടുക്കൂ. ഹണി ട്രാപ്പിനെതിരെ താങ്കൾ കേസെടുത്തിരുന്നോ? ഊഹാപോഹങ്ങളുടെ മറവിൽ ഞാൻ പറയട്ടെ ആളെ മനസ്സിലാക്കുക എന്നല്ലാതെ ഞാൻ പറയട്ടെ അങ്ങനത്തെ നിങ്ങൾ പറഞ്ഞ ഒരു സ്ത്രീ ഹണി ട്രാപ്പ് ഞാൻ പറയട്ടെ ഹണി ട്രാപ്പിൽ കേസെടുത്തിട്ടുണ്ടോ? ഞാൻ പറയട്ടെ അടിസ്ഥാനത്തിലാണ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞത്. രേഖാമൂലമുള്ള പരാതികൾ ലഭിച്ചതിൽ കേസെടുക്കാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധ്യമല്ല. രേഖാമൂലമുള്ള പരാതി ലഭിക്കാത്തത് കൊണ്ടാണ്. കാരണം നമ്മളെല്ലാവരും സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട്. പലരും ഭയന്നുകൊണ്ടാണ് ഈ പരാതിയുടെ പിന്നിൽ ഗൂഢാലോചന ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഇപ്പോൾ എന്ത് ചെയ്യുക, കേരള പോലീസിനെ പ്രതിസന്ധിയിൽ നിർത്താനും ഉദ്യോഗസ്ഥന്മാരെ കരുവാരി തേച്ച് സർക്കാരിനെ വികലമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗൂഢാലോചന. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന് കരുതുന്നുണ്ടോ? എങ്ങനെ മറ്റ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് കരുതുന്നുണ്ടോ? ഏത് കേസ് വഴിതിരിച്ചുവിടാൻ? അതായത് ഈ മുട്ടൽ മരമുറി കേസ് അന്വേഷിക്കുന്ന ബെന്നി സാറിനെ സമ്മർദ്ദത്തിലാക്കി വഴിതിരിച്ചുവിടാൻ ശ്രമമാണ് ബെന്നി സാർ ആരോപിക്കുന്നത്. അങ്ങനെ കരുതുന്നുണ്ടോ? ഞാൻ